നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ അപ്പിന്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനഃശാസ്ത്ര പരീക്ഷണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തു പോകുന്നത്. നമ്മളത് പാർട്ട് 1, പാർട്ട് 2 ആയിട്ടായിരിക്കും അത് ഇടുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലായിട്ട് കിടക്കാം. സൈക്കോളജി നിങ്ങൾക്ക് അറിയാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ടീച്ചർ ആകുക എന്ന് പറയുന്ന ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരും, സൈക്കോളജിയിൽ നിന്ന് വരും. അതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്കിൽ ഏറ്റവും മുകളിൽ വരാൻ സാധിക്കും. നമുക്ക് സൈക്കോളജിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ത് ചെയ്യാൻ സ്കോർ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് കിടക്കാം അല്ലേ? ശരി. നമ്മൾ ജോൺ വാട്സനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ജോൺ ബി വാട്സൺ. അപ്പോൾ ഓർത്തിരിക്കാൻ, ജോൺ ബ്രോഡേഴ്സ് വാട്സൺ എന്ന് പറയുന്നത് 1878 ജനിച്ച് 1958 മരിച്ചൊരു വ്യക്തിയാണ് ജോൺ ബി വാട്സൺ. ജോൺ ബ്രോഡേഴ്സ് വാട്സൺ എന്ന് പറയുന്നത്. വാട്സൺ ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, വ്യവഹാര മനഃശാസ്ത്ര ശാഖയ്ക്ക്, വ്യവഹാരം എന്ന് പറയുന്ന ആൾക്കാരും ബിഹേവിയർ ആണ്, ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിയാണ് ആര്, ജോൺ ബി വാട്സൺ. വ്യവഹാര മനഃശാസ്ത്ര ശാഖയ്ക്ക് സൈദ്ധാന്തിക അടിത്തറ നൽകിയ ആണ് ആരെന്ന് പറയുന്നത്, ജോൺ ബി വാട്സൺ എന്ന് പറയുന്നത്. വ്യവഹാര മനഃശാസ്ത്രം, ബിഹേവിയറിസം നിങ്ങൾക്ക് അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യവഹാര മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ബിഹേവിയറിസത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന ആര് തന്നെയാണ്, നമ്മുടെ ജോൺ ബി വാട്സൺ തന്നെയാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി പ്രധാന കൃതികൾ, ബിഹേവിയറിസം വരുന്നുണ്ട്. ബിഹേവിയറിസം എന്നുള്ള ചോദ്യം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, ജോൺ ബി വാട്സൺ ആണ്. സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്നത്, സൈക്കോളജി ഫ്രം ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്നത്. ബിഹേവിയർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്പാരിറ്റീവ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത് ജോൺ ബി വാട്സന്റെ പ്രധാന കൃതികളാണ്. ബിഹേവിയറിസം, സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ്, ബിഹേവിയർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്പാരിറ്റീവ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ആണ്. പരീക്ഷണങ്ങൾ നമുക്ക് നോക്കാം. മനഃശാസ്ത്ര പരീക്ഷണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ദ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്, ദ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, കുഞ്ഞ് ആൽബർട്ട് അറിയാം, നിങ്ങൾക്കറിയാം, കുഞ്ഞ് ആൽബർട്ട്. ലിറ്റിൽ ആൽബർട്ടിന് ഒരു വെളുത്ത എലി അല്ലെങ്കിൽ മുയല്, കുരങ്ങനെ, മുഖംമൂടിയെ, കത്തുന്ന കടലാസിനെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഭീതിജനകമായ ശബ്ദം കേൾപ്പിച്ചു നടത്തിയ പരീക്ഷണങ്ങൾ എന്ത് വിളിക്കുന്നു? ഇതിനൊക്കെ ഉണ്ട് കേട്ടോ. എലിയുണ്ട്, വെളുത്ത എലിയുണ്ട്, മുയലുണ്ട്, കുരങ്ങുണ്ട്, മുഖംമൂടി, കത്തുന്ന കടലാസ്, അതിനെയൊക്കെ തൊടാൻ ശ്രമിക്കുമ്പോൾ എന്താണ്, ഭീതിജനകമായ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേൾപ്പിച്ച് നടത്തിയ പരീക്ഷണങ്ങളെയാണ് എന്ത് പറയുന്നത്, ദ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. ചുമന്ന ബൾബ് കത്തിയ ഉടനെ ആടിന്റെ കാലിൽ ഷോക്ക് നൽകിക്കൊണ്ടുള്ള പരീക്ഷണം വ്യവഹാര പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരാം. ചുമന്ന ബൾബ് കത്തിയ സമയത്ത് എന്താണ്, ആടിന്റെ കാലിൽ എന്ത് കൊടുക്കുന്നു, ഷോക്ക് നൽകിയുള്ള ഒരു പരീക്ഷണം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, വ്യവഹാര പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലിറ്റിൽ ആൽബർട്ടും പഠിച്ചു വയ്ക്കുക. ജോൺ ബി വാട്സണോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്. ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ലിറ്റിൽ ആൽബർട്ടിന്റെ പരീക്ഷണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈറ്റ് റേറ്റ് വരുന്നുണ്ട്, നാച്ചുറൽ സ്റ്റിമുലസ് ആണ്. അപ്പൊ കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്നില്ല, വെള്ളയിലേക്ക് കാണുമ്പോൾ കുട്ടിക്ക് ഒരു റെസ്പോൺസും ഇല്ല. അതേസമയം എന്താണ്, ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ചിട്ടി കുറിച്ച് അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പൊ കുട്ടിക്ക് എന്തുണ്ടാകുന്നു, അൺകണ്ടീഷൻ റെസ്പോൺസ് ആണ്, കുട്ടിക്ക് പേടി വരുന്നു. പിന്നെ വെള്ളയിലേക്ക് കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ചിട്ടി വെച്ച് അടിക്കുകയും ചെയ്യുന്നു. അപ്പം അൺകണ്ടീഷണൽ സ്റ്റിമുലസിനോട് എന്ത് കൊടുക്കുന്നു, ഒരു നാച്ചുറൽ സ്റ്റിമുലസും ഉണ്ടല്ലേ, വൈറ്റ് റേറ്റ് ഉണ്ട്. അപ്പം കുട്ടിക്ക് എന്തുണ്ടാകുന്നു, അൺകണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടാകുന്നു, കുട്ടി കരയുന്നുണ്ട്. ലാസ്റ്റ് എന്ത്, വെള്ളയിലേക്ക് കാണുമ്പോൾ തന്നെ കുട്ടിക്ക് എന്തോ പേടി വരും. അവിടെ എന്തുണ്ടാകുന്ന ഒരു കണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് ഈ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നേരത്തെ ഇതുമായിട്ട് വന്നപ്പോൾ ഇതുപോലുള്ള ഒരു എന്ത് കണ്ടിട്ടുണ്ട്, ഒരു പരീക്ഷ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഇത് പഠിക്കും. ഓക്കെ, ലിറ്റിൽ ആൽബർട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ജോൺ ബി വാട്സണോട് ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. വാട്സന്റെ കണ്ടെത്തലുകൾ ഏതൊക്കെ നോക്കാം. ചോദക പ്രതികരണത്തിലൂടെ, നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, നാച്ചുറൽ സ്റ്റിമുലസ് വരുന്നുണ്ട്, റെസ്പോൺസ് ആണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. എന്താണ് സ്റ്റിമുലസ്, ചോദകം, പ്രതികരണം എന്ന് വെച്ചാൽ റെസ്പോൺസ് ആണ്. ചോദക പ്രതികരണങ്ങളുടെ ആവർത്തനം പഠനത്തെ ശക്തമാക്കുന്നതാണ്. സ്റ്റിമുലസ് റെസ്പോൺസിന്റെ ആവർത്തനം മുതലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, പഠനം ശക്തമാക്കാൻ പറ്റുന്നു. പരിസരമാണ്, എൻവയോൺമെന്റ് ആണ് ശിശു വികസനത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം, ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു ശിശുവിന്റെ, ഒരു കുട്ടിയുടെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്, പരിസരമാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ വാട്സൺ പറയുന്നത്. ചോദകങ്ങളെ ഫലപ്രദമായി എന്ത് ചെയ്താൽ ഉപയോഗിച്ച് ഏതുതരം പ്രതികരണങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാം. സ്റ്റിമുലസിനെ ഫലപ്രദമായി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് തരം റെസ്പോൺസ് വേണോ രൂപപ്പെടുത്താമെന്നാണ് പറയുന്നത്. കാലവിളംബം അനുബന്ധത്തെ, അനുബന്ധം വെച്ചാൽ കണ്ടീഷനിങ്ങിന്, കാലവിളംബം എന്ന് വെച്ചാൽ ഡിലേയിങ് ആണ്. അപ്പം കാലവിളംബം എന്ന് പറയുന്നത് എന്താണ്, അനുബന്ധത്തെ സ്വാധീനിക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, വാട്സൺ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ആരാണ്, നമ്മുടെ വാട്സന്റെ കണ്ടെത്തലുകളാണ്. അപ്പോൾ വാട്സനോട് ബന്ധപ്പെട്ട് വരുന്ന ഏതാണ്, ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ആണ്, ഓർത്തിരിക്കുക, കുഞ്ഞ് ആൽബർട്ട് എക്സ്പെരിമെന്റ്. അപ്പോൾ അത് ചോദിക്കാം, അങ്ങനെ ചോദ്യം വരാം. ഒന്നാമത്തെ പരീക്ഷണം കഴിഞ്ഞു. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. പാവ്ലോവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ്, പാവ്ലോവ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളായിരിക്കും. 1849 ജനിച്ച് 1936 മരിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, പാവ്ലോവ് എന്ന് പറയുന്നത്, ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, റഷ്യയിലാണ്.
നേരത്തെ വാട്സന്റെ പഠിച്ചതാണ്, രാജു എന്ന് മറന്നുപോലെ. ജീവശാസ്ത്ര ഗവേഷകനായിരുന്ന പാവ്ലോ അപ്രതീക്ഷിതമായി മനഃശാസ്ത്രത്തിൽ എത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇതായിരുന്നില്ല, ഏതാണ് ജീവശാസ്ത്രമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് മനഃശാസ്ത്രം, സൈക്കോളജിയിലേക്ക് അദ്ദേഹം വരുന്നത്. 1890 അദ്ദേഹത്തിന് പ്രൊഫസർ ഓഫ് ഫാർമക്കോളജി എന്ന പദവി അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രൊഫസർഷിപ്പ് കിട്ടുകയുണ്ടായി. 1904 ദഹന വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പാവ്ലോ. അതൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. മനഃശാസ്ത്രമല്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഫീൽഡ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് അപ്രതീക്ഷിതമായി അവിടെ എത്തിയത്, മനഃശാസ്ത്രത്തിൽ എത്തിയത് 1904 ദഹന വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിന് നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇൻട്രോയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ്? കണ്ടീഷൻഡ് റിഫ്ലക്സസ്, അതുപോലെ ഏതാണ് സൈക്കോപാത്തോളജി ആൻഡ് സൈക്കാട്രി എന്ന് പറയുന്നത്. സൈക്കോപാത്തോളജി ആൻഡ് സൈക്കാട്രി എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മുടെ പാവ്ലോവിന്റെ ആണ്. ഓക്കെ. പൗരാണിക അനുബന്ധ സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ മലയാളം പേരാണ് പൗരാണിക അനുബന്ധ സിദ്ധാന്തം. പഠിച്ചു വയ്ക്കുക. പൗരാണിക അനുബന്ധ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തന്നെയാണ്. മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ അനുബന്ധന രീതി, കണ്ടീഷനിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്? അനുബന്ധന രീതി. അനുബന്ധന രീതി എന്ന് വെച്ചാൽ എന്താണ്? കണ്ടീഷനിങ് ആണ്. കണ്ടീഷനിങ്, അനുബന്ധത രീതി ആദ്യമായി രേഖപ്പെടുത്തിയത് പാവ്ലോവ് ആണ്. എന്താണ് മനഃശാസ്ത്രത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ടീഷനിങ് ആദ്യമായി രേഖപ്പെടുത്തിയത് ആരാണ്? പാവ്ലോവ് ആണ്. അനുബന്ധന രീതി കണ്ടുപിടിച്ചത് ആരാണ്? അല്ലെങ്കിൽ കൊണ്ടുവന്ന ആരാണ്? പാവ്ലോവ് ആണ്. അതുകൊണ്ട് തന്നെ പാവ്ലോവിനെ അനുബന്ധ പ്രക്രിയയെ അല്ലെങ്കിൽ ആ പറയുന്ന ഇതാണ് പൗരാണിക അനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നും അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നതിനെ? പൗരാണിക അനുബന്ധം എന്നും അറിയപ്പെടുന്നു. ആദ്യമായി കൊണ്ടുവന്നുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നതിനെ? പൗരാണിക അനുബന്ധം, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് അറിയപ്പെടുന്നു. അനുബന്ധന രീതിയാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നു? പൗരാണിക അനുബന്ധം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നു. അതിനാൽ പൗരാണിക അനുബന്ധത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് പാവ്ലോവ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അനുബന്ധനം എന്ന് നോക്കാം, കണ്ടീഷനിങ് എന്ന് നോക്കാം. സ്വാഭാവിക ചോദനമാണ് നാച്ചുറൽ സ്റ്റിമുലസ് അല്ലേ? സാധാരണ കിട്ടുന്ന സ്റ്റിമുലസ് ആണെന്ന് പറയുന്നത് സ്വാഭാവിക ചോദനം എന്ന് പറയുന്നത്. അതിന്റെ സ്വാഭാവിക പ്രതികരണം ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തുണ്ടാവാറുണ്ട്? നാച്ചുറൽ സ്റ്റിമുലസിന് നാച്ചുറൽ റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന പരിവർത്തനത്തെയാണ് എന്ത് പറയുന്നത്? അനുബന്ധനം എന്ന് പറയുന്നത്, കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ സ്റ്റിമുലസും അതുപോലെ തന്നെ ഏതാണ്? നാച്ചുറൽ റെസ്പോൺസും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്നതാണ് പരിവർത്തനത്തെ എന്ത് വിളിക്കാം? പരിവർത്തനത്തെയാണ് അനുബന്ധനം എന്ന് പറയുന്നത്, കണ്ടീഷനിങ് എന്ന് പറയുന്നത്. കണ്ടീഷനിങ് എന്താണ്? നമ്മുടെ നാച്ചുറൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്വാഭാവിക ചോദനവും നാച്ചുറൽ റെസ്പോൺസ് അല്ലെങ്കിൽ സ്വാഭാവിക പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന പരിവർത്തനത്തെ എന്ത് വിളിക്കാം? നമുക്ക് അനുബന്ധനം അല്ലെങ്കിൽ കണ്ടീഷനിങ് എന്ന് വിളിക്കാം. സ്വാഭാവിക ചോദനത്തിന് പകരം ഒരു കൃത്രിമ ചോദനം, ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് സൃഷ്ടിക്കുകയും അതുവഴി എന്ത് കിട്ടും? നമുക്ക് കൃത്രിമ ചോദകം ഉണ്ടാക്കിയെടുക്കും. അതുപോലെ സ്വാഭാവിക പ്രതികരണവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്? സ്വാഭാവിക ചോദനം നിങ്ങൾക്ക് അറിയാം എന്താണ്? നാച്ചുറൽ സ്റ്റിമുലസിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു കൃത്രിമ ചോദകം, ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് കൊടുക്കുന്നുണ്ട്, സൃഷ്ടിക്കുകയും അതുവഴി അവിടെ ഒന്നുണ്ടാക്കിയെടുക്കുന്നു കൃത്രിമ ചോദകം, ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും അതുപോലെ എന്താണ് സ്വാഭാവിക പ്രതികരണം, സ്വാഭാവിക വെച്ചാൽ നാച്ചുറൽ റെസ്പോൺസും തമ്മിലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന അനുബന്ധനം, കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കാം അതെങ്ങനെയാണെന്നുള്ള കാര്യം. പാവ്ലോവിന്റെ പരീക്ഷണം എങ്ങനെയാണ് നോക്കാം. ചോദക പ്രതികരണ ബന്ധം കണ്ടെത്തിയതിന് ഏറ്റവും ആദ്യം പരീക്ഷണം നടത്തിയത് പാവ്ലോവാണ്. നമുക്കറിയാം ചോദക അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധത്തെ പറ്റി ആദ്യമായിട്ട് പരീക്ഷണം നടത്തിയത് ആരാണ്? നമ്മുടെ പാവ്ലോവ് ആണ്. പാവ്ലോവ് പരീക്ഷണം നടത്തിയത് നായയിലാണ്, പട്ടിയിലാണ്. ചോദിക്കാം ആരാണ്? നായയിലാണ് പാവ്ലോവ് പരീക്ഷണം നടത്തിയത്. കണ്ടീഷനിങ് നടത്തുന്ന മുമ്പ് എന്ത് ചെയ്തു? ഫുഡ്, അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്, ഫുഡ് വെച്ചു. അപ്പോൾ പട്ടിക്ക് എന്ത് വരും? സലവേഷൻ ഉണ്ടാവും അല്ലേ? അൺകണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടായി. ഫുഡ് കണ്ടപ്പോൾ പട്ടിക്ക് വായിൽ നിന്ന് വന്നു? സലൈവ വന്നു അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്, അൺകണ്ടീഷണഡ് റെസ്പോൺസ് ആണ്. ബിഫോർ കണ്ടീഷനിങ് തന്നെ എന്ത് വെച്ചു? ബെല്ലടിക്കുന്നു. അത് എന്താണ്? ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അവിടെ എന്ത് വന്നില്ല? ഈ പറയുന്ന ഒരു സലവേഷൻ ഉണ്ടായില്ല. എന്താണ്? നോ കണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടായില്ല. ഓക്കെ. ഇനി കണ്ടീഷനിങ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? ഫുഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ ബെല്ല് അടിക്കാൻ തുടങ്ങി അല്ലേ? അപ്പൊ എന്ത് വരും? വായിൽ നിന്നും സലവേഷൻ ഉണ്ടാവും. അവിടെ എന്താണ്? അൺകണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടായി. എന്താണ്? അൺകണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടായി. ഇനി ഇത് കഴിഞ്ഞ സമയത്ത് എന്തോ പറ്റി? ബെല്ല് മാത്രം അടിച്ചാലും പട്ടിയുടെ വായിൽ നിന്ന് എന്ത് വരും? സലൈവ വരും. അതിന് കാരണം എന്താണ്? അവിടെ നിന്നുണ്ടായ ഒരു കണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടായി. അപ്പൊ ആദ്യം എന്താണ്? ആഹാരം കാണിക്കുമ്പോൾ പട്ടിയുടെ വായിൽ സലൈവ വരും. അത് കഴിഞ്ഞിട്ട് എന്ത് കാണിച്ചു? ബെല്ല് മാത്രം അടിക്കുമ്പോൾ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ആഹാരവും ബെല്ലും ഒന്നിച്ചു വെക്കുന്ന സമയത്ത്, ആഹാരം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബെല്ലടിച്ചതിന് ശേഷം എന്ത് കൊടുക്കുന്നു? ആഹാരം കൊടുക്കുന്നു. അപ്പം പട്ടിക്ക് മനസ്സിലായി വായു സലൈവ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബെല്ല് കേൾക്കുമ്പോഴൊക്കെ പട്ടിക്ക് എന്ത് വരും? വായന്ന് സലൈവ വരും. ഇതായിരുന്നു ആരുടെ പരീക്ഷണം എന്ന് പറയുന്നത്? നമ്മുടെ പാവ്ലോവിന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. അതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എന്താണ്? പൗരാണിക അനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് കേട്ടോ. പൗരാണിക അനുബന്ധ സിദ്ധാന്തം ഓർത്തിരിക്കാം. ഇനി പാവ്ലോവിന്റെ പരീക്ഷണ ഘട്ടം നമുക്ക് നോക്കാം. ഇപ്പൊ പറഞ്ഞായിരുന്നു തന്നെ, സ്ഫടിക കൂട്ടിലടച്ച വിശുദ്ധ നായയ്ക്ക് പാവ്ലോ എന്ത് ചെയ്തു? യന്ത്രത്തിന്റെ സഹായത്തോടെ ഇറച്ചി കൊടുക്കുന്ന സംവിധാനം ഏർപ്പെടുത്തി. ഇറച്ചി കാണുമ്പോൾ നായയുടെ വായിൽ എന്ത് വരും? ഉമിനീര് സ്രവിക്കുന്നു. അതിനുശേഷം വെറുതെ മണി വെച്ച് കേൾപ്പിക്കുന്നു. നായയിൽ എന്താണോ? ഉമിനീര് വരുന്നില്ല.
തുടർന്ന് ഇറച്ചി കൊടുക്കുന്ന സന്ദർഭങ്ങളെല്ലാം മണിയൊച്ച കേൾപ്പിക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ സാന്നിധ്യത്തിൽ ഉമിനീര് ശ്രവിച്ചതുപോലെ ആഹാരത്തോടൊപ്പം മണിശബ്ദം കേൾക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? നായയുടെ വായിൽ ഉമിനീര് ശ്രവിക്കാൻ തുടങ്ങുന്നു. ഇതന്നെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. ഇനി അനുബന്ധിത പഠനം, ലേണിംഗ് ബൈ കണ്ടീഷനിങ്. അനുബന്ധിത പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് ബൈ കണ്ടീഷനിങ് ആണ്. നോക്കാം നമുക്ക്. ആഹാരത്തോടൊപ്പം മണിശബ്ദം പലതവണ ആവർത്തിച്ചപ്പോൾ മണിയൊച്ച മാത്രം കേൾപ്പിക്കുമ്പോൾ പോലും നായിൽ എന്തോന്ന്? ഉമിനീര് ശ്രവിക്കപ്പെടുന്നുണ്ട്. ഞാനെന്തെന്ന് പറഞ്ഞാൽ ലേണിംഗ് ബൈ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളും പലതും ലേണിംഗ് ബൈ കണ്ടീഷനിങ് ഉണ്ട് അല്ലെ? പട്ടികൾക്കൊക്കെ നമ്മൾ എന്താണ് ലേണിംഗ് ബൈ കണ്ടീഷനിങ് ആണെങ്കിൽ അനുബന്ധിത പഠനം വഴിയായിരിക്കും അവരൊക്കെ ഓരോ മൃഗങ്ങളെ കൂടുതലും പഠിച്ചെടുക്കുന്നത്. ഇവിടെ ഭക്ഷണം സ്വാഭാവിക ചോദനവും മണിയൊച്ച എന്താണ്? കൃത്രിമ ചോദകമാണ്. ഭക്ഷണം വെച്ച് എന്താണ്? ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവിക ചോദനം വെച്ച് എന്താണ്? നാച്ചുറൽ സ്റ്റിമുലസും മണിയൊച്ച എന്താണ്? കൃത്രിമ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും ആണ്. ഭക്ഷണത്തോടൊപ്പം മണിയൊച്ച കേൾപ്പിക്കുമ്പോൾ ഒരു സ്വാഭാവിക ചോദനത്തെ കൃത്രിമ ചോദകവുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തോടൊപ്പം എന്ത് ചെയ്തു? മണിയൊച്ച കേൾപ്പിക്കുകയാണ്. പണ്ടെന്ന് ഒരു സ്വാഭാവിക ചോദനമുണ്ട്, നാച്ചുറൽ സ്റ്റിമുലസും ഉണ്ട്, അവിടെ നിന്നുള്ള ഒരു കൃത്രിമ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും ഉണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തോടൊപ്പം മണിയൊച്ച കേൾപ്പിക്കുമ്പോൾ ഒരു സ്വാഭാവിക ചോദനത്തെ കൃത്രിമമുള്ളത് പറഞ്ഞതാണ്. കൃത്രിമ ചോദകമായ മണിയൊച്ച, ആർട്ടിഫിഷ്യൽ എന്താണ് സ്റ്റിമുലസ് ആയ മണിയൊച്ച നായയിൽ ഒരു സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലേ? ആണ് പട്ടിക എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മണിയടിക്കുമ്പോഴൊക്കെ വായിൽ നിന്ന് വരുന്ന സലൈവ വരുന്നത്. ഇത്തരത്തിൽ കൃത്രിമ ചോദകവുമായി, ഏതാണ്? ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസുമായി സ്വാഭാവിക ചോദനത്തെ ബന്ധപ്പെടുത്തിയുള്ള പഠനം നമുക്ക് എന്ത് വിളിക്കാം? അനുബന്ധന പഠനം, ലേണിംഗ് ബൈ കണ്ടീഷനിങ്. അതായത് നാച്ചുറൽ സ്റ്റിമുലസും എന്തുകൂടെ വരുന്ന ഒരു കൃത്രിമ ചോദകവും വരുന്നുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും ബന്ധിപ്പിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കാം? ലേണിംഗ് ബൈ കണ്ടീഷനിങ് എന്ന് പറയുന്നു. ഓക്കെ, അനുബന്ധനത്തിന്റെ പുരോഗതി നമുക്കറിയാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് ഈ പറയുന്ന നാച്ചുറൽ സ്റ്റിമുലസ്? നിങ്ങൾക്ക് അറിയാം. നമ്മളവിടെ എന്ത് കൊടുത്തു? മണീഷ കൊടുത്തു, ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് കൊടുത്തു. യു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ട്. യു ആർ എന്ന് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യു ആർ എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. സി എസ് എന്ന് വെച്ചാൽ കണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. യു ആർ എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ്. സി ആർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടീഷണൽ റെസ്പോൺസ്. അപ്പോൾ യു എസ് എന്ന് വെച്ചാൽ എന്താണ്? അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. ഓർത്ത് ഈ പീരിയഡ് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റിമുലസ് ഉണ്ട്, അൺകണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ട്. കണ്ടീഷണൽ റെസ്പോൺസ് ഇവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന മണിയൊച്ച മാത്രം കേൾക്കുമ്പോൾ, കണ്ടീഷണൽ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് വരുന്നത്. ഈ പറയുന്ന മണി അടിക്കുന്ന സമയം അപ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ? ഉമിനീര് ശ്രവിക്കുന്ന ഒരു അനുബന്ധിത പ്രതികരണം പട്ടിയിൽ നിന്ന് ഉണ്ടാവുള്ളൂ അല്ലെ? അവസാനമാണ് കണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടാവുന്നത്. ഓക്കെ, അനുബന്ധന സിദ്ധാന്തത്തിന്റെ പ്രസക്തി എന്താ നോക്കാം കേട്ടോ. ചോദ്യങ്ങൾ വരാം, സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. വിവിധ പഠന സന്ദർഭങ്ങളിൽ ഉചിതമായ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നൽകിയിരിക്കണം. വ്യത്യസ്തമായി എന്താണ് ഉചിത? കറക്റ്റ് ഏത് സ്റ്റിമുലസ് ആണ് കൊടുക്കേണ്ടത് അത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ വളർത്താനും ദുശീലങ്ങൾ ഒഴിവാക്കാനും അനുബന്ധന പ്രക്രിയ ഉപയോഗിക്കുന്നു. കണ്ടീഷനിങ് എന്തിനു ഉപയോഗിക്കാം? നല്ല ശീലങ്ങൾ വളർത്താനും ദുശീലങ്ങൾ ഒഴിവാക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? അനുബന്ധന പ്രക്രിയ ഉപയോഗിക്കാം. കുട്ടികളിൽ ഉണ്ടാകുന്ന അനാവശ്യ ഭീതി അനുബന്ധന ഫലമാണ് ഉണ്ടാകുക. നമുക്കറിയാം ഏതാണ് കുട്ടികളുണ്ടാകുന്ന പെട്ടെന്ന് അനാവശ്യമായ ഭീതി കുട്ടികളുണ്ടാകും. എന്തുകൊണ്ടാണ്? അനുബന്ധന ഫലമാണ് ഉണ്ടാകുന്നത്. ഇവയെ പ്രതിബന്ധനം ഡീകണ്ടീഷനിങ് വഴിയും പുനരനുബന്ധനം റീകണ്ടീഷനിങ് വഴിയും എന്ത് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികളിൽ ഉണ്ടാകുന്ന അനാവശ്യ ഭീതി ഏതുവഴി ഉണ്ടാകുന്നതാണ്? കണ്ടീഷനിങ് വഴി അനുബന്ധന ഫലമായി ഉണ്ടാകുന്നതാണ്. ഇവയെ പ്രതിബന്ധനവും പുനരനുബന്ധനവും വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സ്വയം ജനിപ്പിക്കുന്ന വസ്തുവിനെ തുടർച്ചയായി സന്തോഷപ്രദമായ ചോദകങ്ങളുമായി ബന്ധിപ്പിച്ചാൽ മതിയാവും. കുട്ടിക്ക് എന്താണ് പേടി? പീരിയഡിനെയാണോ പേടി, അല്ലെങ്കിൽ എന്തിനെയാണോ? അങ്ങനെയുള്ള പല പേടികളാണ്. അപ്പം ആ പേടി എന്ത് ചെയ്യണം? സന്തോഷപ്രദമായ ചോദകങ്ങളുമായി ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ആ പേടി മാറ്റിയെടുക്കാമെന്നാണ് പറയുന്നത്. പ്രതിബന്ധനം വഴിയും പുനരനുബന്ധനം വഴി രണ്ട് പേര് പഠിച്ചു. ഡീകണ്ടീഷനിങ് വഴിയും റീകണ്ടീഷനിങ് വഴി പേര് പഠിക്കുക. പ്രതിബന്ധനവും പുനരനുബന്ധനവും വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, പാവ്ലോവിന്റെ നിയമങ്ങൾ നോക്കാം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിലോപം ഉണ്ടാകുന്നുണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നുണ്ട്, പുനഃപ്രാപ്തി എന്താ നോക്കണം, സ്പോണ്ടേനിയസ് റിക്കവറി, വിളംബിത അനുബന്ധിത പ്രതികരണമായ ഡിലേഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അതുപോലെ ചോദക വിവേചനം, ചോദക സാമാന്യവൽക്കരണം, ഇതൊക്കെ ഇവിടെ വരുന്നതാണ്. നമ്മുടെ പാവ്ലോവിന്റെ നിയമത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പഠിക്കാം. വിലോപം അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ആ കണ്ടീഷനിങ് വഴി ഒരു ചോദകം ആർജിച്ചെടുത്ത ഒരു പ്രതികരണം ഉണ്ടാവുമല്ലോ, റെസ്പോൺസ് ഉണ്ടാവുമല്ലോ, അത് പിന്നീട് എന്താണ്? ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് വിലോപം. എക്സ്റ്റൻഷൻ അറിയാം, മൃഗങ്ങളൊക്കെ എക്സ്റ്റൻഷൻ വന്ന് പോവുകയാണ്, വംശനാശം വന്ന് നശിക്കുകയാണ് അല്ലെ വിലോപം, എക്സ്റ്റൻഷൻ. അതുപോലെ തന്നെ എന്നാണ് നമ്മൾ അനുബന്ധന കണ്ടീഷനിങ് വഴി ഒരു ചോദകം എടുത്ത്. ഈ പട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പട്ടി ബെല്ല് മാത്രം കേൾപ്പിക്കുന്നു, വായിൽ സലൈവ വരുന്നു, ഫുഡ് കൊടുക്കുന്നില്ല. കുറേ കാലം ബെല്ല് മാത്രം വെറുതെ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പട്ടിക്ക് മനസ്സിലാവുന്നില്ല, ബെല്ലടിക്കുമ്പോൾ ഫുഡ് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ വിലോപം ഉണ്ടാവും, എക്സ്റ്റൻഷൻ ഉണ്ടാവും. അപ്പോൾ അനുബന്ധനം വഴി കണ്ടീഷനിങ് വഴി ഒരു ചോദകം ആർജിച്ചെടുത്ത പ്രതികരണം പിന്നീട് എന്താണ്? ഇല്ലാതെയാകുന്ന അവസ്ഥ എന്ത് വിളിക്കുന്നു? വിലോപം എന്ന് വിളിക്കുന്നു. അതായത് മണിശബ്ദം, ഉമിനീര് സ്രവം ഇവ തമ്മിലുള്ള ബന്ധം ഉറച്ചതിനു ശേഷം മണിശബ്ദത്തെ തുറന്ന് ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം പലതവണ ആവർത്തിച്ചാൽ ഉമിനീര് സ്രവം എന്തായാലും പ്രതികരണം ക്രമേണ ഇല്ലാതായി തീരും. നിങ്ങൾക്ക് അറിയാം, നേരത്തെ പറഞ്ഞാൽ ഇതിനെ എന്ത് വിളിക്കുന്നു? വിലാപം എന്ന് പറയുന്നു. ഇനി
പുനഃപ്രാപ്തി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി. എന്താണ് സ്പോണ്ടേനിയസ് റിക്കവറി അല്ലെങ്കിൽ പുനഃപ്രാപ്തി എന്ന് പറയുന്നത്? വിലോപം വഴി അപ്രത്യക്ഷമാകുന്ന പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പാവ്ലോവ് അഭിപ്രായപ്പെടുന്നു. ഇതിനാണ് എന്ന് പറയുന്നത് പുനഃപ്രാപ്തി, സ്പോണ്ടേനിയസ് റിക്കവറി. ഇതിനായി പുനഃപ്രാപ്തി എന്നറിയപ്പെടുന്നത് ഇതിനെ മാർഗങ്ങൾ ചുവടെ നൽകുന്നത് എന്താണ്? അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുക. എന്ത് ചെയ്യാം? കണ്ടീഷനിങ്ങിന് എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി അവസരം നൽകുക. പിന്നെ എന്ത് ചെയ്യുക? വിലോപത്തിന് ശേഷം അല്പസമയം അനുവദിക്കാം. എക്സ്റ്റൻഷന് ശേഷം എന്ത് ചെയ്യുക? അല്പസമയം അനുവദിക്കുക. രണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്പോണ്ടേനിയസ് റിക്കവറി കൊണ്ടുവരാൻ സാധിക്കും. ഉദാഹരണം, വിലോപം വഴി ഉമിനീര് ശ്രവണ പ്രതികരണം ഇല്ലാതായി തീരുന്നു എന്ന് കരുതുക ഒരു പട്ടിക്ക്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് മണിയടി ശബ്ദം അവതരിപ്പിച്ചാൽ ഉമിനീര് സ്രവം താൽക്കാലികമായി വീണ്ടും ഉണ്ടാകും. ഈ സവിശേഷത എന്താ? പുനഃപ്രാപ്തി എന്ന് അറിയപ്പെടുന്നു. സ്പോണ്ടേനിയസ് റിക്കവറിയാണ്. പെട്ടെന്ന് ഒരു റിക്കവറി ഉണ്ടാക്കിയെടുക്കുന്നതിന് തന്നെ എന്ത് പറയുന്നത്? പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. ഓക്കെ. വിളംബിത അനുബന്ധിത പ്രതികരണം, ഡിലേഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. വിളംബിത എന്ന് വെച്ചാൽ ഡിലേഡ് എന്നാണ് കേട്ടോ. വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് നോക്കാം. കണ്ടീഷൻഡ് റെസ്പോൺസ്, ഡിലേഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. പാവലോവ് നടത്തിയ പരീക്ഷണത്തിൽ മണിനാഥത്തോടൊപ്പം നൽകിയിരുന്ന ആഹാരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞ് നൽകിയിരുന്നു. മണിനാഥം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയ വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. ഓരോ സമയം എന്ത് ചെയ്യുന്നു? ആ ഗ്യാപ്പ് കൂട്ടുന്നു. അപ്പോൾ നായയുടെ പ്രതികരണം കുറയുന്നതായി പാവലോവ് കണ്ടെത്തി. അതിനെ എന്ത് പറയുന്നത്? ഡിലേഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് അല്ലെങ്കിൽ വിളംബിത അനുബന്ധിത പ്രതികരണം. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീര് സ്രവം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി കണ്ടു. ചോദകങ്ങൾക്കിടയിലുള്ള കാലതാമസവുമായി നായ പൊരുത്തപ്പെടുന്നതാണ് ഇതിന് കാരണം. എന്ത് ചെയ്യുന്നു? ആ ഒരു കാലതാമസത്തോടെ ആര് ഓക്കെ ആവുന്നു? പൊരുത്തപ്പെടുന്നു. നായ പൊരുത്തപ്പെടുന്നു. ഈ പ്രതിഭാസത്തെയാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത്. ഡിലേഡ് എന്തെന്ന് പറയുന്നത്? ഡിലേഡ് കണ്ടീഷൻ റെസ്പോൺസ് അല്ലെങ്കിൽ വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പേരുകൾ മലയാളത്തിൽ തന്നെ പഠിച്ചു പോവുക. LP വരുമ്പോൾ മലയാളത്തിലായിരിക്കും ചോദ്യം വരുന്നത്. ചോദക വിവേചനം. എന്താണ് ചോദക വിവേചനം? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള രണ്ട് മണിനാഥങ്ങൾ ഭക്ഷണം നൽകിയപ്പോൾ ഭക്ഷണം ലഭിച്ച മണിനാഥത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിച്ചു. അതാണ് ചോദന വിവേചനം. സ്റ്റിമുലസ് എന്ത് ചെയ്ത് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണാൻ തുടങ്ങി. ഏതാണെന്ന് പട്ടിക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയ എന്ത് വിളിക്കുന്നു? ചോദക വിവേചനം എന്ന് പറയുന്നു. അപ്പൊ അടുത്തെന്ന് പറയുന്നത് ചോദക സാമാന്യവൽക്കരണം അല്ലെങ്കിൽ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ മണിയശ അതുമായി സാമ്യമുള്ള എന്താണ് ചോദകങ്ങൾ സ്റ്റിമുലസുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയാണെന്ന് പറയുന്നത് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. നേരത്തെ ഡിസ്ക്രിമിനേഷൻ ആണ്, വേർതിരിച്ചു കാണാനുള്ള കഴിവുണ്ടാവും. അതുപോലെ എന്തോ ഉണ്ടാവും? ജനറലൈസ് ചെയ്തെല്ലാം ഒന്നാണെന്നുള്ള ചിന്തയും ഉണ്ടാവും. ഓക്കെ, അതും ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. ചോദക സാമാന്യവൽക്കരണം ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. പാവ്ലോസിന്റെ നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ക്ലാർക്ക് ലെനാർഡ് ഹള്ളിന്റെ കാര്യമാണ്. ഹള്ളാണ് നമുക്കറിയാം. ഹള്ളിനെ പറ്റി പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഹള്ള എന്ന് പറയുന്ന ആൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജിയിൽ സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കാറുണ്ട്. ക്ലാർക്ക് ലിയോണാർഡ് ഹള്ള്. ഓക്കെ, ഹൾ ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. നമുക്കറിയാം അമേരിക്കനാണ്. അതുപോലെ തന്നെ ഹള്ള് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് എന്ന് പറയുന്നത് പ്രബലന സിദ്ധാന്തം. പ്രബലന സിദ്ധാന്തം ആരും മുന്നോട്ട് വെച്ചതാണ്? ഹള്ളാണ്. അപ്പൊ അങ്ങനെയും ചോദ്യം വരാം. പ്രബലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച കാരണം ചോദ്യം വരാം. ഹള്ളാണ്. പ്രബലന സിദ്ധാന്തം എന്ന് നമുക്ക് നോക്കാം. റീഇൻഫോഴ്സ്മെന്റ് തിയറി. പ്രബലന സിദ്ധാന്തമാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഫല നിയമവും ലോ ഓഫ് എഫക്ട് പഠിച്ചു വെക്കുന്നതാണ്. ലോ ഓഫ് എഫക്ട്, ഫല നിയമവും അനുബന്ധന തത്വങ്ങളും ചേർന്നതാണ് എന്ന് പറയുന്നത്. കണ്ടീഷനിങ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധം കണ്ടീഷനിങ് ആണെന്ന് അറിയാം. തത്വങ്ങൾ പ്രിൻസിപ്പിൾസുമായി ചേർന്നതാണ് ഹള്ളിന്റെ പ്രബലന സിദ്ധാന്തം. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത് പ്രബലന സിദ്ധാന്തം ഹള്ളിന്റെയാണ്. ഹള്ളിന്റെ അഭിപ്രായത്തിൽ നിലവിലുള്ള സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങൾ ശക്തിപ്പെടുന്നത് ഫല നിയമത്തിന്റെ ലോ ഓഫ് എഫക്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ശ്രമപരാജയം. ഇതാണ് ട്രയൽ ആൻഡ് എറർ തിയറി. നിങ്ങൾക്ക് തോണ്ടേക്കിന്റെ ആണ്. ശ്രമപരാജയ പഠനം വഴിയും പുതിയ SR ബന്ധം സൃഷ്ടിക്കപ്പെടുന്നത് അനുബന്ധനം വഴിയുമാണെന്നൊക്കെയാണ് ആര് പറയുന്നത്? ഹള്ള് പറയുന്നത്. അപ്പൊ ഹള്ളിന്റെ അഭിപ്രായത്തിൽ എന്താണ് നിലവിലുള്ള സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങൾ ശക്തിപ്പെടുന്ന ഏതൊക്കെയാണ്? ഒന്ന്, ഫല നിയമത്തിന്റെ ലോ ഓഫ് എഫക്റ്റ് നോക്കും. അതുപോലെ ഏത് നോക്കും? ട്രയൽ ആൻഡ് എറർ നോക്കും. അതുപോലെ തന്നെ പുതിയ SR ബന്ധം സൃഷ്ടിക്കപ്പെടുന്നത് അനുബന്ധനം വഴിയുമാണെന്നൊക്കെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഹള്ള് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ സിദ്ധാന്ത പ്രകാരം ആവശ്യ ന്യൂനീകരണം അല്ലെങ്കിൽ എന്താണ് നീഡ് റിഡക്ഷൻ SR ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സിദ്ധാന്ത പ്രകാരം എന്താണ് ആവശ്യ ന്യൂനീകരണം അല്ലെങ്കിൽ SR ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തം നീഡ് റിഡക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഏതറിയപ്പെടുന്നുണ്ട്? അദ്ദേഹത്തിന്റെ തിയറി എന്ന് അറിയപ്പെടുന്നുണ്ട് ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തം നീഡ് റിഡക്ഷൻ തിയറി എന്നും അല്ലെങ്കിൽ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഹള്ളിന്റെ തിയറിയാണ്. ഉദാഹരണം, ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടിയാൽ വെള്ളം കുടിക്കുക എന്ന ആവശ്യം ന്യൂനീകരിക്കപ്പെടുന്നു. ഓക്കെ, ഇതാണ് ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്ന ആവശ്യം എന്ത് ചെയ്യുന്നു? ന്യൂനീകരിക്കുന്നതാണ് ഇതിന് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും എക്സ്റ്റൻഷനും എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് അറിയാം റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെ റിവാർഡും കൊടുക്കാം അല്ലെങ്കിൽ റിമൂവലും കൊടുക്കാം. ഇൻക്രീസ് ഇൻ ബിഹേവിയർ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് വഴി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നെഗറ്റീവ് ഉണ്ട് അല്ലേ? റിവാർഡ് അല്ലെങ്കിൽ റിമൂവൽ വഴി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബിഹേവിയർ മെച്ചപ്പെടുത്താൻ പറ്റും.
പണിഷ്മെന്റ് വഴി കോൺസിക്വൻസ് ഉണ്ടാവും, അതുപോലെ എന്തുണ്ട് ബിഹേവിയറിൽ ഡിക്രീസ് ഉണ്ടാവും. കോൺസിക്വൻസ് പണിഷ്മെന്റ് കൊടുക്കുന്ന വഴി എന്ത് ചെയ്യണം, നമ്മൾ ഒരു മോശമായ ഒരു ബിഹേവിയർ ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, പണിഷ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ കോൺസിക്വൻസ് കാരണം എന്തുണ്ടാവും, ആ ബിഹേവിയറിൽ ഡിക്രീസ് ഉണ്ടാവും. എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് അറിയാം, നോ റെസ്പോൺസ് അല്ലെങ്കിൽ റിവാർഡ് അല്ലെങ്കിൽ കോൺസിക്വൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്താണ് ആ ബിഹേവിയറിൽ ഡിക്ലൈൻ ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മൈൻഡ് ചെയ്യുന്നില്ല, റിവാർഡ് കൊടുക്കുന്നില്ല, അതിനൊരു കോൺസിക്വൻസ് ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ആ ഒരു ബിഹേവിയർ എന്ത് ചെയ്യാം, ഇല്ലാതെ പോകാം. പല കാര്യങ്ങളാണ് അല്ലേ, ഇതിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, എക്സ്റ്റൻഷൻ, 3 കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ SR ബന്ധങ്ങളുടെ ശക്തി 4 ചരങ്ങളെ ആശ്രയിച്ചിരിക്കും, 4 വേരിയബിൾസിനെ ആശ്രയിച്ചിരിക്കും. സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്നത് 1 ഡ്രൈവ് ആണ്, 2 സമ്മാനിത അഭിപ്രേരണ എന്താണ് ഇൻസെന്റീവ് മോട്ടിവേഷൻ, 3 എന്ന് പറയുന്നത് എന്താണ് സുദൃഢശീലമാണ് ഹാബിറ്റ് സ്ട്രെങ്ത്, 4 എന്ന് പറയുന്നത് എന്താണ് ഉദ്ദീപന ശേഷിയാണ് എക്സിറ്റേറ്ററി പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നീഡ് എന്ന് പറയുന്ന എക്സാമ്പിൾ നമുക്ക് നീഡ് ഉണ്ട്, ഫുഡ് അല്ലെങ്കിൽ വാട്ടർ ഉണ്ട്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹങ്കർ തേഴ്സ്റ്റ് ആണ്. ഡ്രൈവ് റെഡ്യൂസിങ് ബിഹേവിയർ എന്ന് വെച്ചാൽ ഈറ്റിംഗ് ഡ്രിങ്കിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു പ്രശ്നം നമ്മുടെ ഏതാണ് ഈ പറയുന്നത് നമ്മുടെ നീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. അതാണ് ഇത് ആര് പറഞ്ഞ ഹള്ള് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടായിരിക്കും, വെള്ളം ഉണ്ടായിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് വെള്ളം എന്ന് പറയുന്നത് കുടിക്കുന്ന എന്ന ആവശ്യം എന്ത് ചെയ്യുന്നു, ന്യൂനീകരിക്കപ്പെടുന്നു. എന്താണ് നീഡ് റിഡക്ഷൻ, നമ്മുടെ നീഡ് എന്താണ് ആവശ്യം ന്യൂനീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ആര് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഹള്ള് പറഞ്ഞിരിക്കുന്നത്. ആവശ്യം ന്യൂനീകരണ സിദ്ധാന്തം ആര് കൊണ്ടുവന്നതാണ്, ഹള്ള് കൊണ്ടുവന്നതാണ് അല്ലേ. അതിനോട് കൊടുത്തിരിക്കുന്നത് നീഡ് എന്ന് പറയുന്ന എക്സാമ്പിൾ ഫോർ ഫുഡ് അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത്. ഡ്രൈവ് എന്ന് പറയുന്നത് എന്താണ് ഹങ്കർ അല്ലെങ്കിൽ തെസ്റ്റ് ആണ്. ഡ്രൈവ് റെഡ്യൂസിംഗ് എന്ന് വെച്ചാൽ എന്താണ് ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താണ് ഈറ്റിംഗ് ഡ്രിങ്കിങ് വഴി നമുക്ക് ഏത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ നീഡ് ആവശ്യം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൽ പറയുന്നത്. ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം നിറവേറ്റപ്പെടാത്ത താൽക്കാലിക അവസ്ഥയാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഹങ്കർ തെസ്റ്റ് നമുക്കിപ്പോൾ എന്താണ് വിശപ്പോ അല്ലെങ്കിൽ എന്താണ് ദാഹം ഉണ്ടായി, അതിനെ എന്ത് വിളിക്കുന്നു, ഡ്രൈവ് എന്ന് വിളിക്കുന്നു. ആവശ്യം നിറവേറ്റപ്പെടാത്ത താൽക്കാലിക അവസ്ഥയെ ഡ്രൈവ് എന്ന് വിളിക്കുന്നു. ഉദാഹരണം വിശപ്പ്, അറിവ്, ലൈംഗികത, ദാഹമൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത്തെ വാക്കാണ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് സമ്മാനിത അഭിപ്രേരണ. ഈ ഇൻസെന്റീവ് മോട്ടിവേഷൻ, പ്രോത്സാഹനത്തിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രേരണയാണ് സമ്മാനിത അഭിപ്രേരണ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് പ്രോത്സാഹനത്തിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രേരണയാണ് മോട്ടിവേഷൻ എന്ത് വിളിക്കുന്നത്, സമ്മാനിത അഭിപ്രേരണ എന്ന് പറയുന്നത്. അഭിപ്രേരണ ശക്തമാകുമ്പോൾ ഡ്രൈവിന് ശമനം ഉണ്ടാകും. നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ എന്തുണ്ടാകും, അഭിപ്രേരണ എന്താണ് നമുക്ക് അഭിപ്രേരണ ശക്തമാണ്, മോട്ടിവേഷൻ ശക്തമാകും, നമുക്ക് എന്തുകൊണ്ട് ഡ്രൈവിന് ശമനം ഉണ്ടാകും അല്ലേ. ഓക്കെ, ഇനി സുദൃഢശീലം എന്ന് പറയുന്നത് ഹാബിറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രബലനം. മോട്ടിവേഷൻ നിങ്ങൾക്ക് അറിയാം, പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് നിങ്ങൾക്ക് അറിയാം. പ്രബലനം കൊടുക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്ന അനുബന്ധനത്തിന്റെ ശക്തിയാണ് സുദൃഢബലം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ് പ്രബലനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുബന്ധനത്തിന്റെ ശക്തിയാണ്, കണ്ടീഷനിങ്ങിന്റെ ശക്തി നമുക്ക് എന്ത് വിളിക്കുന്നത്, സുദൃഢബലം ഹാബിറ്റ് സ്ട്രെങ്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഉദ്ദീപന ശേഷി എന്ന് വെച്ചാൽ എന്താണ് എക്സിറ്റേറ്ററി പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഡ്രൈവ്, സമ്മാനിത അഭിപ്രേരണ, സുദൃഢശീലം ഇവയെല്ലാം ഉൾപ്പെടുത്തിയതിനെ എന്ത് വിളിക്കുന്നു, ഉദ്ദീപന ശേഷി എന്ന് വിളിക്കുന്നു. ഓർത്തിരിക്കുക, ഉദ്ദീപന ശേഷി എന്ന് വെച്ചാൽ എന്താണ് ഡ്രൈവും സമ്മാനിത അഭിപ്രേരണവും സുദൃഢശീലവും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയതിനെ എന്ത് വിളിക്കുന്ന, ഉദ്ദീപന ശേഷി കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ഹള്ളിന്റെ കാര്യമാണ് പഠിച്ചു വരുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ SR ബന്ധങ്ങളെ ശക്തി അദ്ദേഹം പറഞ്ഞത് SR ബന്ധങ്ങളുടെ ശക്തി 4 ചരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഡ്രൈവ്, സമ്മാനിത അഭിപ്രേരണ, സുദൃഢശീലം, ഉദ്ദീപന ശേഷി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്ന് പറയുന്ന ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തം അല്ലെങ്കിൽ നീഡ് റിഡക്ഷൻ അല്ലെങ്കിൽ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെയാണ്, ഹള്ളിന്റെ ആണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ എന്ത് ചെയ്യും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇനിയും കുറച്ച് ആൾക്കാരെ പഠിക്കാനുണ്ട്. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ അടുത്ത മനഃശാസ്ത്ര കുറച്ച് പരീക്ഷണങ്ങളാണ് അടുത്ത പാർട്ട് 2 ആയിട്ട് നമ്മൾ എന്തായാലും വന്നിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് ഏതാണ്, പാവ്ലോവിനെ പറ്റി പഠിച്ചു, ഹള്ളിനെ പറ്റി പഠിച്ചു, JB വാട്സനെ പറ്റി പഠിച്ചു. 3 ആൾക്കാരുടെ മനഃശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.